ആണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗർ പേട് താരക്ക് യാദേ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പട്കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പട്കഥയായിരിക്കും ഇതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ അഥവാ ഒരു ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. ഓക്കെ, എന്താണ് നമ്മുടെ ചരിത്രഗത ടിപ്പണി. ചരിത്രക്ക് വിശേഷത എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. ചരിത്രപ്പർ ടിപ്പണി എന്ന് പറഞ്ഞ് ചോദിക്കും, ചരിത്രഗത വിശേഷതായും എന്ന് പറഞ്ഞ് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും ഈ ചരിത്രം എന്ന് പറഞ്ഞ ഒരു സാധനം മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബായിയുടെ എന്താണ് എഴുതാനുള്ളത്? ക്യാരക്ടർ സ്കെച്ച് ആണ്. അവരുടെ സ്വഭാവത്തിനെ കുറിച്ച് എഴുതാനുള്ളതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം ആ ഒരു കാര്യം ഫുള്ള് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ബായിനെ കുറിച്ചുള്ള ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. ഇപ്പൊ അത് അറിയില്ലെങ്കിൽ സാരമില്ല, ഈ ഒരു കോണ്ടന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ബായിനെ കുറിച്ച് കിട്ടും. ഓക്കെ, നമ്മുടെ ബായിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു വല്ലാത്തൊരു കുട്ടിയായിരുന്നു അത് അല്ലെ. ഇത്ര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലുണ്ടോ? മുഴുവൻ നമ്മൾ ഇതുവരെ പഠിച്ചുള്ള എല്ലാ പാഠത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അത്രയ്ക്ക് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഫിൻലാൻഡ് അല്ലെ, ഫിൻലാൻഡിൽ നിന്നും എന്താണ് കുറെ കാലത്തിന് മുമ്പേ ഓടിപ്പോന്നിട്ട് വേറൊരു ദേശത്ത് താമസിച്ചിരുന്ന കുട്ടികളാണ് പിന്നീട് അവരുടെ സ്ഥലത്തോട്ട് ദേശത്തോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയാണ് നോക്കിക്കേ, ഈ ഒരു ബായി ഒറ്റൊരു അടയാളം ഇങ്ങനത്തെ കുറച്ച് അടയാളങ്ങളുടെ ഒരു ബേസിലാണ് ഫിൻലാൻഡിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ എന്താണ് ഒരു ബുദ്ധി ഇല്ലാത്തൊരു കളിയാണെങ്കിലും എന്താ മോട്ടിവേഷൻ ആണ്, ഫുള്ള് മോട്ടിവേഷൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവന്റെ വീടിന്റെ മുമ്പിൽ ഒരു പൈൻ ട്രീ ഉണ്ടായിരുന്നു. ആ പൈൻ ട്രീയുടെ ഇടയിൽ കൂടെ ഒരു നക്ഷത്രം കാണാൻ പറ്റും. അവിടെ 2 പക്ഷികൾക്ക് എന്താണ് പാട്ട് പാടാറുണ്ട്. ഈ ഒറ്റ അടയാളം വെച്ചിട്ടാണ് അവൻ ഫിൻലാൻഡിലോട്ട് തിരിച്ചു പോകുന്നത്. ഈ സാധനം വെച്ചിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് മോട്ടിവേഷൻ അല്ല, അതിന് കുറച്ച് ധൈര്യം വേണം ഇങ്ങനെ പോകണമെങ്കിൽ അല്ലേ. അപ്പൊ അവന്റെ ധൈര്യം നമ്മൾ എന്താണ് സമ്മതിച്ചു കൊടുക്കണം. വളരെ ധൈര്യശാലി ആയിട്ടുള്ള ഒരാളാണ് അല്ലെ. അതേപോലെ തന്നെ എന്താണ് ഫുൾ പോസിറ്റീവ് വൈബാടാ. എപ്പോൾ എത്തും ചോദിക്കുമ്പോൾ എപ്പോൾ എത്തും എന്ന് പറയും. വെറുതെ എന്തിനോ വേണ്ടിയിട്ടില്ല. അനിയത്തി ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂലേ, ചേട്ടാ എപ്പോൾ എത്തും ചേട്ടാ, ഇപ്പം എത്തും മോളെ എന്ന് പറയും. ഇനിയിപ്പോൾ അനിയത്തി ഫുള്ള് എന്താണ് മോട്ടിവേഷനൊക്കെ തീർന്നിട്ട് ഇങ്ങനെ അയ്യോ ചത്തേന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ വളരെ കട്ട മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഫിൻലാൻഡിലോട്ടുള്ള യാത്ര തുടങ്ങും അല്ലെ. അതേപോലെ തന്നെ എന്താണ്, അനിയത്തിനെ നന്നായി സംരക്ഷിക്കുന്ന ആളായിരുന്നു. അനിയത്തിക്ക് ഒന്നും പറ്റരുത് വെച്ചിട്ട് എവിടുന്നേക്കോ കമ്പും പുല്ലൊക്കെ പറിച്ചു കൊണ്ടിട്ട് എന്തെങ്കിലും ജീവിയൊക്കെ വന്നാലോ വെച്ചിട്ട് കമ്പും പുല്ലൊക്കെ പിടിച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അനിയത്തിയെ സംരക്ഷിക്കുന്ന ഒരു ചേട്ടനായിരുന്നു നമ്മുടെ ആരെന്ന് പറയുന്നത്, ബായി എന്ന് പറയുന്നത്. ബായിക്ക് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ എന്തിട്ട് കൊടുത്തിട്ടില്ല, പേരിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ബായി എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മക്കള്. ഇപ്പൊ ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും ആലോചിക്കണം. നമ്മുടെ ഏത് കഥയിൽ നിന്നുമാണ് ഈ ക്യാരക്ടർ വന്നിട്ടുള്ളത്, ആരെഴുതിയ കഥാപാത്രമാണ്, ആരാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്, അതായത് ഈ ലേഖിക ആരാണോ ലേഖികമായിട്ടുള്ളത് അവരുടെ പേര് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ബായിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് വിശേഷതകൾ ഉണ്ടാവില്ലേ, അത് എഴുതുക. പിന്നെ കഥയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെക്കുക, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇതാണ് എന്ത് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിന്റെ ഒരു രീതി, ഒരു കിടപ്പുവശം എന്ന് പറയുന്നത്. അതിനാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പോകാം. നിർബന്ധമായിട്ട് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനി അഥവാ പട്കഥ ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അതുകൊണ്ട് ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാതെ പോകാൻ പാടില്ല. അതേ ഈ ഒരു ഇതില് കറക്റ്റ് മിസ് പറഞ്ഞു തരാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് ഇതേ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ മിസ് പറയുന്ന മലയാളം എന്ത് ചെയ്യുക, മക്കളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കാം. ആദ്യം നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇങ്ങനെ നോക്കിക്കേ, മംഗലേഷ് ഡബറാൽക്ക് ഗർ പേട് താരക്ക് യാദ് എന്ന് പറയുന്ന ലോകകഥയിലെ മുഖ്യ പാത്രമാണ് ആര്, ബായ് എന്ന് പറയുന്നത്. ഇത് എഴുതിയാൽ തന്നെ ഒരു മാർക്കാണ്. ഈ ഫസ്റ്റത്തെ സെന്റൻസ് എഴുതിയാൽ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടി. കാരണം എന്താണ്, ഇത് ആരുടെയാണ്, ഏത് കഥയിലെ ക്യാരക്ടറാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതിയല്ലേ. നോക്കാം, മംഗലേഷ് ഡബറാലിന്റെ ഗർ പേട് താരക്ക് യാദ് എന്ന് പറയുന്ന ലോകകഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ബായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഓക്കെ, യെസ്. ഇനി എന്താ നമുക്ക് എഴുതാനുള്ളത് നോക്കാം. അച്ഛാ ബായി ഹേ. അവൻ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗുകളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ഡയലോഗ് ഉണ്ട്. അപ്പൊ അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അവൻ എന്താണ്, ഒരു നല്ല ബായിയാണ്, ഒരു നല്ല സഹോദരനാണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതി വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവന്റെ പാസ്റ്റ് എഴുതണം. എങ്ങനെയാണ് അവൻ ഫിൻലാൻഡിൽ നിന്നും എത്ര വയസ്സുള്ളപ്പോൾ ഇങ്ങോട്ട് പോന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എഴുതുകയാണേ. നോക്കാം. ഫിൻലാൻഡ് യുദ്ധക്കെ കാരണം, ഫിൻലാൻഡിലെ യുദ്ധം കാരണം ഉസ് ബായി, ആ ബായിയും
और उसकी बहन അവന്റെ ബഹൻ മീൻസ് എന്താണ് അവന്റെ സഹോദരിയും ദേശ് ചോടുക്കർ അവന്റെ ആ ഒരു ഫിൻലാൻഡ് എന്ന് പറയുന്ന ദേശ് ചോടുക്കർ വെച്ചെന്താണ് ഉപേക്ഷിച്ചെന്നുള്ള അർത്ഥം. എന്താണ് ഉപേക്ഷിച്ചെന്നുള്ള അർത്ഥമാണ്. അവന്റെ ദേശം ഉപേക്ഷിച്ച് ഭാഗ്ന പടുത്താഹെ ഓടേണ്ടി വരികയാണ്. എന്നിട്ടോ ഭാഗത്തെ സമയ ബായി സിർഫ് 8 സാൽ കാത്ത ഇങ്ങനെ ഓടുന്ന സമയത്ത്, അതായത് ഫിൻലാൻഡിൽ നിന്നും ആ ഒരു യുദ്ധം കാരണം ഓടേണ്ടി വന്നു. ആ ഓടുന്ന സമയത്ത് അവൻ എത്ര വയസ്സാന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അവൻ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പട്കഥയിൽ ഒരു ഭാഗം തരുന്നുണ്ട്, അത് വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ കഥയിൽ അവന് 8 വയസ്സുള്ളപ്പോഴാണ് ഓടിപ്പോകുന്നത് എന്ന് പറയുന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും 8 സാൽ കാത്ത, ആ ഓടുന്ന സമയത്ത് അവൻ എത്ര വയസ്സായിരുന്നു? 8 സാലായിരുന്നു, 8 വയസ്സായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എഴുതുന്നു. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത് നോക്കിക്കാൻ എന്താ എഴുതുന്നത്? നോക്കാം. കൈ സാൽ കോയി ഓർ ദേശ് മേ രഹ്നാ പടാ. ഒരു കുറേ വർഷം, കൈ സാൽ എന്ന് വെച്ചാൽ കുറേ വർഷം, ഓർ ദേശ് മേ വേറെ ഏതോ ഒരു ദേശത്ത് രഹ്നാ പടാ അവന് ജീവിക്കേണ്ടി വന്നു അല്ലെ. ലേക്കിൻ വഹാം സെ പക്ഷെ അവിടെ നിന്നും ഉസ്കെ അപ്പനി പുരാനി ഗർ ഓർ പരിവാർ കെ യാദേ ആത്തേ ഹേ. ആ ഒരു ദേശത്ത്, ഏതോ ഒരു ഫിൻലാൻഡിലെ യുദ്ധത്തിന്റെ സമയത്ത് ഏതോ ഒരു ദേശത്തോട്ട് അവൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദേശത്ത് നിന്ന് അവൻ എന്ത് ഓർമ്മ വരുന്നുണ്ട്? ഉസ്കി അപ്പനി പുരാനി ഗർ, അതിനവന്റെ ഓൾഡ് അല്ലെ, പണ്ടത്തെ വീടും ദേശവും, പരിവാർ മീൻസ് എന്താണ്? ഫാമിലിനെയൊക്കെ അവരുടെയൊക്കെ യാദേ ആത്തേ ഹേ ഓർമ്മകൾ വരുന്നുണ്ട് എന്ന് പറയാണ് അല്ലെ. ബാദ്മേ അതിനുശേഷം കുച്ച് നിശാനോക്കെ ആധാർ പർ അവൻ കുറച്ച് നിശാനോ, അത് പഠിച്ചു വെച്ചോ കേട്ടോ, അടയാളങ്ങളുടെ ആ ഒരു അടിസ്ഥാനത്തിൽ, അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്താ അടയാളം നമുക്കൊക്കെ അറിയാം. എന്തായിരുന്നു? നമ്മുടെ പേട്, സനോബർ കാ പേട്, പിന്നെന്താണ് ചംകീലെ താര, പിന്നെന്താ നമ്മൾ പറയുന്നത്? ദോ പക്ഷിയാം, 2 പക്ഷികൾ. ഈ അടയാളമൊക്കെ വെച്ചിട്ടില്ലേ, ആ അടയാളം വെച്ചിട്ട് ആ അടയാളത്തിന്റെ ധൈര്യത്തിൽ അവൻ ഫിൻലാൻഡിലോട്ട് ഒരു പോക്ക് അങ്ങ് പോവുകയാണ്. അപ്പം കുറച്ച് നിശാൻ മീൻസ് എന്താണ്? അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ പുരാണി ദേശ് ഓർ നിക്കൽതാഹെ, പുരാണി നമ്മുടെ പണ്ടത്തെ ദേശത്തോട്ട് എന്ത് ചെയ്യാണ്? അവൻ പോകുകയാണ് അല്ലെ. അതേപോലെ തന്നെ ചലത്തെ സമയ കൈ പരേശാനിയും സാമന കർണ പടുത്താ ഹേ. ഒരുപാട് നോക്കാം, നമ്മൾ പോകുന്ന സമയത്ത് ഈ ബായിയും അവന്റെ ബഹനും, ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ബായിനെ തന്നെ ഫോക്കസ് ആയിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഈ പോകുന്ന സമയത്ത്, ചലത്തെ സമയത്ത് പോകുന്ന സമയത്ത് കൈ പരേശാനിയും എന്താണ്? ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കഠിനായി അല്ലെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ, പ്രശ്നങ്ങൾ ഒക്കെ സാമന കർണപ്പെടുത്താ ഹേ. സാമന കർണ എന്താണ്? നേരിടുക എന്നുള്ള അർത്ഥം അല്ലെ. നേരിടേണ്ടി വന്നിട്ടുണ്ട് ആർക്ക്? നമ്മുടെ ഈ ഒരാൾക്ക്, നമ്മുടെ ബായിക്ക് അല്ലെ. ഓക്കെ, എന്നിട്ടും ലേക്കിൻ വഹ് ആത്മവിശ്വാസ് കെ സാത്ത് ആഗെ ബഡ്താ ഹേ. ഇത് നിങ്ങൾ എഴുതണം. എത്ര കഠിനായി ഉണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ ആത്മവിശ്വാസത്തോടു കൂടി, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഹിന്ദിയിലും ആത്മവിശ്വാസ് എന്ന് എഴുതാം, ആത്മബൽ എന്ന് നമുക്ക് എഴുതാം, കുഴപ്പമില്ല. ആത്മബൽ കെ സാത്ത് എന്ത് ചെയ്തു? അവൻ ആഗെ ബഡ്താ ഹേ. ആഗെ ബഡ്ന വെച്ചെന്താണ്? മുന്നോട്ട് പോവുകയാണ് അല്ലെ, മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, अपनी बहन को भी धैर्य देता है. ഞാൻ പറയുന്നതാണ്, ഫുൾ കട്ട മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ്. തന്റെ ബഹനും തന്റെ സിസ്റ്ററിനും, തന്റെ സിസ്റ്ററിനും എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ ധൈര്യം കൊടുക്കുന്നുണ്ട്. ധൈര്യ ദേത്താ ഹേ. നിങ്ങൾക്ക് എഴുതാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് പഠിക്കാൻ എളുപ്പത്തിനാണ്. ധൈര്യ ദേത്താ ഹേ എന്നാണ് അവന് ധൈര്യം കൊടുക്കുന്നു അല്ലെ, നമ്മുടെ ബഹനും. അന്തമേ മാ ബാപ്പുക്കു മിൽത്തെ ഹേ. ലാസ്റ്റ് നമ്മുടെ കഥയുടെ ഒരു അവസാന ഹാപ്പി എൻഡിങ് ആയിരുന്നു. എന്താണ്? രണ്ടാൾക്കും അച്ഛനെയും അമ്മേനെയും കിട്ടുന്നുണ്ട്. അപ്പം മാ ബാപ്പുക്കോ, അച്ഛനെയും അമ്മയെയും എന്ത് ചെയ്യുന്നുണ്ട്? മിൽത്തെ ഹേ, കാണുന്നു എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. യേ ബായ് അപ്നി ബഹൻ സെ. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കണം ബായിനെ കുറിച്ചിട്ട്. തന്റെ അനിയത്തിയെ സ്നേഹിക്കുന്ന, വളരെയധികം പോസിറ്റീവ് മൈൻഡുള്ള ഒരു നല്ല മോനാണ് ഈ ബായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ അത് എഴുതാണ്, നോക്കാം. യാ ബായി, ഈ ഒരു സഹോദരൻ എന്ന് പറയുന്നത്, അപ്നി ബഹൻ സെ, തന്റെ ബഹനെ, സഹോദരിയെ, പ്യാർ തഥാ സ്നേഹിക്കുന്ന, തഥാ ഖ്യാൽ രഖ്നെ വാല, ഖ്യാൽ എന്താണ്? സംരക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന ബായി ആണ്. അതേപോലെ തന്നെ കഠിനായോ മേ ബി, അതായത് വളരെയധികം പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പോലും ഹിമ്മത്ത് രഖ്നെ വാലാ ഹേ, ധൈര്യം വെക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺക്ലൂഡ് ചെയ്യുന്നു. ഇത്രയെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് എന്തായി നമുക്ക് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. ഇത്ര എഴുതിയിട്ടില്ലെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഈ ബഹനെ സംരക്ഷിക്കുന്നതും ധൈര്യം വെക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ശുഭാപ്തി വിശ്വാസം വെക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും മക്കള് എഴുതിയിട്ട് വേണം ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റത്തെ ഭാഗം
ഭാഗം മറന്നു പോകരുത്. മംഗലേഷ് ഡബറാളിന്റെ ഘർ പേട് താരകെ യാദയില് എന്ന് പറയുന്ന ലോകകഥയിലെ കഥാപാത്രമാണ് നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയും എഴുതിയാൽ തന്നെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് ആയി. നിർബന്ധമായിട്ടും എന്റെ മക്കള് ക്രിസ്മസ് എക്സാമിന് പോകുന്ന സമയത്ത് ഇത് പഠിച്ചു വെക്കുക. പട്കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കും നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ എക്സാമിന്റെ തലേന്ന് കിട്ടിയിട്ട് മിസ്സേ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ മക്കൾക്ക് ഈ മൊത്തം പാഠത്തിന്റെ കീ പോയിന്റ്സ് പോലെ ഒരു 10 അല്ലെങ്കിൽ ഒരു 7 കീ പോയിന്റ്സ് പോലെ വേണമെങ്കിൽ മക്കൾ എന്നോട് പറയണം. നമുക്കൊരു വീഡിയോ അതുമായിട്ട് ചെയ്യാം. ഇനിയിപ്പം മക്കൾക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ യെസ്, അപ്പം നന്നായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.